ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസ്കറ്റ് വ്ളോഗുമായിട്ടാണ്. കുറേ കാലമായി ഒരു വ്ളോഗെല്ലാം നമ്മൾ വന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ല കിടിലം വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 3 മണിക്കാണ്, ഈവനിങ് 3 മണിക്കാണ് കേട്ടോ വിട്ടത്. വെയിലൊക്കെ ഇപ്പം നല്ല സമ്മറല്ലേ, അതുകൊണ്ട് ഏകദേശം വൈകുന്നേരം ടൈം പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ വൈകുന്നേരമാണ് നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടത്. അങ്ങനെ കുറച്ച് നമ്മുടെ നാടെല്ലാം കഴിഞ്ഞ് കുറച്ചൊരു സിറ്റി ഏരിയയിലെത്തിയപ്പം ഒരുപാട് ഫ്ലാറ്റൊക്കെ കാണാൻ തുടങ്ങി. നമ്മൾ മൂന്നാൾ വെറുതെ സെൽഫിയെല്ലാം എടുക്കലാന്ന്, വീഡിയോ അങ്ങനെയൊക്കെ എടുത്തു. വണ്ടിയിൽ നിന്ന് നല്ല ചില്ലായിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല ഹിന്ദി പാട്ടും, അറബിയാണ് ഡ്രൈവർ, നല്ല ഹിന്ദി പാട്ടെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം മസ്കറ്റ് എത്താനായപ്പോൾ നല്ല ഗ്രീനറി ആയിരുന്നു കേട്ടോ. റോഡിലൊക്കെ നല്ല പാർക്കെല്ലാം പോലെയായിരുന്നു റോഡ് സൈഡൊക്കെ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. മസ്കറ്റിലെ റോഡൊക്കെ സൂപ്പർ റോഡാണ്. ഞാൻ നോമ്പിന് നാട്ടിലൊക്കെ പോയി വന്നതാണ്. ഞാനും ഉപ്പയും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞ് ഇപ്പം തിരിച്ച് ഒമാനിലെത്തിയിട്ട് 1 മാസം കഴിഞ്ഞ്. വലിയ പെരുന്നാളൊക്കെ ഒമാനിലായിരുന്നു. ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇത് സുൽത്താൻ കാബൂസ് മസ്ജിദാണ് കേട്ടോ. ഒമാനിലെ ഏറ്റവും വലിയ മസ്ജിദാണത്. ഏകദേശം മസ്കറ്റ് എത്തിയപ്പോൾ ഫുള്ള് മലയായിരുന്നു കേട്ടോ. അപ്പോൾ മസ്കറ്റ് എന്ന് വെച്ചാൽ ചുറ്റും മലയുള്ളൊരു നാടാണ് മസ്കറ്റ്. മസ്കറ്റ് സിറ്റീൻ്റെ ചുറ്റും മലയാണ്. ആ മലകൾക്കെല്ലാം അപ്പുറം കടലുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മലയെല്ലാം കണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ വരുത്താണ് മസ്കറ്റിലേക്ക്. ഇതാ വലിയ സിറ്റിയാണ് കേട്ടോ മസ്കറ്റ്. ഒരുപാട് വലിയ മാളുകളും ഭയങ്കര ഷോപ്പിംഗ് സെൻറ്റേഴ്സെല്ലാം ഉള്ള സിറ്റിയാണ്. ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോയത് റൂവി ലൂലുവിലേക്കാണ്. അപ്പോൾ റൂവി ലൂലുവിൽ പോയി അവിടുന്ന് ഇങ്ങനെ കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്ത് പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും കൂടി. ലൂലുവിലേക്ക് വേണ്ടി നടക്കുകയാണ് കേട്ടോ. വലിയ മാളാണ്, അതിൻ്റെ ഉള്ളിൽ ലൂലു. പക്ഷേ വേറൊന്നും അവിടെ വന്നിട്ടില്ല. ലൂലു ആണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളൂ. പിന്നെ അവിടെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തേട്ടാ. പല നാട്ടിലെ പല ടൈപ്പ് ആപ്പിൾസാണ്. പല നാട്ടിലെ ആപ്പിൾസാണ് കേട്ടോ. ന്യൂസിലൻഡ്, USA, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ പല നാട്ടിലെ വെറൈറ്റി ഓഫ് ആപ്പിൾസാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഷവർമ കഴിച്ചിട്ട്, ഇത് ബീഫിൻ്റെ ഷവർമയാണ്. ഷവർമ തന്നെയാണ്, സാൻഡ്വിച്ച് അല്ല കേട്ടോ, ഷവർമയാണ്. നമ്മൾ ഫസ്റ്റായിട്ട് ട്രൈ ആക്കിയതായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് മത്ര സൂക്കിലേക്കാണ്. ഒമാനിലൊരു ഫേമസ് ആയ സ്ട്രീറ്റാണിത്, സൂക്കാണിത്. ഹോൾസെയിലായിട്ട് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഐറ്റംസാണ്. ഇവിടെ മെയിനായിട്ട് കിഡ്സിൻ്റെ ഹെയർ ആക്സസറീസും ടോയ്സൊക്കെ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ. നല്ല ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ ഒമാനികളുടെ പല ഐറ്റംസും ഇവിടെ നല്ല ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ. മെയിനായിട്ട് ഇതാ കിഡ്സിൻ്റെ, ഗേൾസിൻ്റെ ക്ലിപ്സും ഹെയർ ആക്സസറീസാണ് മെയിൻ. അതും ചെറിയ പൈസക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം ഒമാനീസിൻ്റെ പല ഐറ്റംസ് ഉള്ള ഷോപ്പാണ് കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റ് ഇല്ലേ, അതേപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വിൽക്കുന്ന ഏരിയയാണിത്. പിന്നെ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സും അതൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് അത് നമ്മൾ മോർണിംഗ് ആയിരുന്നു വന്നത്. ഇത്ര റഷ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടായിരുന്നു നൈറ്റ് വന്നത്. അപ്പോൾ ഇവിടുന്ന് സൂക്കിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയാൽ മത്ര കോർണിഷാണ്. അപ്പോൾ ഇത് മത്ര കോർണിഷാണ്. ഇത് നമ്മളെ സുൽത്താൻ കാബൂസിൻ്റെ കപ്പലാണ്. അപ്പോൾ ഇത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ. നല്ല ലൈറ്റും കാര്യങ്ങളും മലകളും ഒക്കെ ആയി ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇതാണ് മത്രയിലെ റോഡാണിത്. ഭയങ്കര റഷായിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും സൂക്കിലേക്ക് തന്നെ തിരിച്ച് കയറി. ചെരുപ്പൊക്കെ നല്ല ഹോൾസെയിലായിട്ട് കിട്ടും കേട്ടോ. ഡ്രസ്സും ഉണ്ട്, പക്ഷേ അത് മെയിനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഒമാനീസിൻ്റെ ഡ്രസ്സാണ്. പിന്നെ നെക്സ്റ്റ് പോയത് കോറം പാർക്കിലാണ്. കോറം പാർക്കിലോട്ടാണ് പോയത്. ഇവിടെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട്
കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1 ഹവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു നൈറ്റ്. കംപ്ലീറ്റ് ഒരു നാട്ടിലുള്ള ഒരു ഫീൽ കേട്ടോ. നാട്ടിലത്തെ റൈഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആ ഒരു ലൈറ്റിങ്സും ഒക്കെ കൂടെ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് എൻട്രിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രിയാണ്. ഭയങ്കര രസമായിട്ട് അവർ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. സിസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പോയപ്പോൾ. കാരണം നമ്മൾ മാളിലൊന്നും അങ്ങനെ കുറേ ടൈം ചിലവഴിക്കലില്ല. നമ്മൾ പൊതുവേ ഇങ്ങനെ പാർക്കിൽ പോയിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസിലെല്ലാം കയറൽ. പിന്നെ നമ്മൾ ആകാശത്തൊട്ടിൽ കയറി. സിസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഇതത്ര വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. ഒരു മിനിമം സ്പീഡ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ബട്ട് അതിൻ്റെ മുകളിലെത്തിയിട്ടുള്ള ഒരു വ്യൂ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒമാനിൽ മസ്കറ്റ് മുഴുവൻ കാണുമായിരുന്നു. മസ്കറ്റിലെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര ലൈറ്റിങ്സും കാര്യങ്ങളും വണ്ടിയും. ഉപ്പ ആകെ പേടിച്ചിരുന്നു കേട്ടോ. ഉപ്പക്കൊരു ചെറിയ പേടിയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ചിരിച്ച് കളിക്കായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കയറിയത് മിനി റോളർ കോസ്റ്ററിലാണ്. സത്യം പറഞ്ഞാൽ നല്ലോണം പേടിച്ചിട്ട് അത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കയറിയപ്പോൾ. അങ്ങനെ ഇത് വീഡിയോ പോർട്രേറ്റ് ആയിട്ടായിരുന്നു എടുത്തത്. അതാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ലാൻഡ്സ്കേപ്പ് മോഡൽ എടുക്കാൻ വിട്ടുപോയതാണ്. ഉപ്പ മറന്നുപോയതാണ്. ബട്ട് ഈ ഒരു ക്ലിപ്സ് അല്ലായിരുന്നു ഇതിൽ മെയിൻ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്തത് കേട്ടോ. ഭയങ്കര സ്പീഡായിരുന്നു. ആദ്യം മെല്ലെ പോയി പെട്ടെന്ന് താഴേക്ക് ഭയങ്കര സ്പീഡോടെ പോയില്ലായിരുന്നു. എന്തായാലും നല്ല വൈബായിരുന്നു. ഇപ്പോൾ മസ്കറ്റിൽ പോയിട്ട് ഇതൊക്കെയായിരുന്നു ഭയങ്കര മെമ്മറി ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് പോലത്തെ കയറിയിട്ടാ. ഒരു ചെറിയ ഫ്ലൈറ്റ് പോലത്തെ രണ്ടാൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫ്ലൈറ്റ് പോലത്തെ കയറി. അങ്ങനെ അതിലും നമ്മളിങ്ങനെ കയറി വൈബാക്കി. നല്ല രസമുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളിൽ ഇങ്ങനെ കണ്ട് നടന്ന് പിന്നെ നെക്സ്റ്റ് നമ്മൾ 12D കയറാമെന്ന് വിചാരിച്ച് പോകുമ്പോഴേക്ക് അവിടെ അത് ക്ലോസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൽ കയറിയിട്ടില്ല. വേറെ ഏതോ റൈഡിൽ കയറി. അത് വീഡിയോ മിസ്സായി പോയിട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ നടന്നു ആ പാർക്കിൽ ഇതിലേ ഇങ്ങനെ നടന്നു. നെക്സ്റ്റ് പോയത് മസ്കറ്റ് ഗ്രാൻഡ് മാളിൽ പോയി. പിന്നെ മാളിൻ്റെ ഉള്ളിലെല്ലാം നല്ല റഷായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗ്രാൻഡ് മാളിൽ നല്ല റഷായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് വ്യൂ കാണാനായിട്ടാണ് നമ്മൾ വൈകുന്നേരം വരാനൊക്കെ പ്ലാൻ ഇട്ടത് കേട്ടോ. പിന്നെ വെയിലുമാണ്. അതും ഈ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ വൈകുന്നേരം വരാൻ പ്ലാൻ ഇട്ടത്. സത്യം പറഞ്ഞാൽ ആ ഒരു നൈറ്റ് വ്യൂ ഭയങ്കര രസമായിരുന്നു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒമാനിൽ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് യെല്ലോ കളറിലാണ് കേട്ടോ. കൂടുതലും യെല്ലോ കളർ, ഓറഞ്ച് കളർ അങ്ങനെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് പോയത് ഒമാനിലെ ഏറ്റവും വലിയ മാളായ മാൾ ഓഫ് ഒമാനിലാണ് നെക്സ്റ്റ് പോയത്. അതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. റഷ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. താഴെ പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു. ബട്ട് എങ്ങനെയല്ലോ പാർക്കിംഗ് എല്ലാം കിട്ടി. നമ്മൾ ഉള്ളിലേക്ക് കയറി ഫുഡെല്ലാം ഇവിടുന്ന് കഴിക്കാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും. വളരെ വലിയ മാളാണ് കേട്ടോ. ഒമാനിലെ ഏറ്റവും വലിയ മാളാണിത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ കേട്ടോ. നമ്മുടെ ലോക്കൽ ഐറ്റംസ് ഒന്നും കിട്ടില്ല. ഡിസ്കൗണ്ട് ഐറ്റംസ് ഒന്നും കിട്ടില്ല. ഓൺലി ബ്രാൻഡഡ് ഐറ്റംസാണ്. മേക്കപ്പ് ഐറ്റംസ് ആയാലും അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലൂലു ഉണ്ട്, കാരിഫോർ ഉണ്ട്. ഇതൊക്കെ സിനിമ തിയേറ്റർ. അതേപോലെ സ്നോ ഒമാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലുള്ള സ്നോ ഫാൻറ്റസി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ബട്ട് അതെല്ലാം 10 മണിയാകുമ്പം ക്ലോസ് ആയിന്. സ്നോ ഒമാനും അതേപോലെ തിയേറ്ററെല്ലാം 10 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ആയിന്. നമ്മൾ 10 മണി ആയിന് അവിടെ എത്തുമ്പോൾ. അപ്പോൾ അതെല്ലാം ഏകദേശം ക്ലോസ് ആയിന്. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് നട്ട്സ് തന്നെ പല ടൈപ്പ് പല നാട്ടിലതുണ്ട് കേട്ടോ. ഈത്തപ്പഴമായാലും ഓരോ നാട്ടിലതാണ്. വളരെ സ്പെഷ്യലായിരുന്നു. പിന്നെ ഇത് ജപ്പാനിലെ എല്ലാം മിക്സ്ചർ പോലത്തെ ഐറ്റംസാണ് കേട്ടോ. ജപ്പാനിലൊക്കെയാണ് ബോംബെ മിക്സ് ഉണ്ട്. ബട്ട്
കൂടുതലും ജപ്പാനിലെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ നട്ട്സ് പല ഐറ്റംസ് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ്, കിൻഡറും അതെല്ലാം ഗാലക്സി എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ഓഫർ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ ഗാലക്സി ഒന്നും ഓഫറിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഗാലക്സി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തു. ഇവിടെ കമ്പൈൻലി ഇവിടെ പൈസ കൂടുതലാണ് കേട്ടോ. ബട്ട് ഇത് സ്പെഷ്യൽ ഓഫറിൽ ഉണ്ടായ സാധനമായതുകൊണ്ട് നമ്മൾ വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളെക്കാൾ ഇവിടെ പൈസ കുറച്ച് കൂടുതലാണ്. മാളിലായാലും ലുലുവിലായാലും ഒക്കെ പൈസ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇത് പല ടൈപ്പ് സോസസ് ആണ് കേട്ടോ. കെച്ചപ്പ്, ഹോട്ട് സോസ്, മയണൈസ്, പിന്നെ ബർഗറിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് പിസ്സ സോസ്, അങ്ങനെ പല ടൈപ്പ് സോസസ് ആണ്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ടോർട്ടില്ല റാപ്പിന് യൂസ് ചെയ്യുന്ന ഒരു ടോർട്ടില്ലാസ് ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ. പിന്നെ ഇതൊക്കെ ഗ്രോസറി ഐറ്റംസ് ആണ്. ഓയിലും അതേപോലെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഏരിയയാണ് കേട്ടോ ഇത്. ഓയിൽ തന്നെ പല കമ്പനിയുടെ പല വെറൈറ്റി ആയിട്ടുള്ള ഓയിലെല്ലാം ഉണ്ട് കേട്ടോ. കോൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇവിടെ പല ടൈപ്പ് ഓയിൽസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മാളിൻ്റെ മുകളിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുന്ന് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് KFCയും അതേപോലെ ജസ്റ്റ് ഒരു ബിരിയാണിയും ബട്ടർ നാനും അങ്ങനെ പല ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് അതെല്ലാം കഴിച്ചു. ഇതായിരുന്നു ഫുഡ് കേട്ടോ. KFC, ഇത് ബട്ടർ നാനാണ്. പിന്നെ ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ പ്ലേ ഏരിയയിലൊക്കെ പോയി. അപ്പോൾ പ്ലേ ഏരിയ എല്ലാം ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുകളിലേക്ക് കയറുമ്പം 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് 11 മണി കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ മുകളിലേക്ക് പോയപ്പോൾ പ്ലേ ഏരിയയിലൊന്നും ആരുമില്ല. കൗണ്ടറെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിലെല്ലാം ഇവർ കയറി ഇങ്ങനെ ഇരുന്നിട്ട് താഴേക്ക് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ കോറം പാർക്കിൽ നിന്ന് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിട്ട്, ഇത് ക്ലോസ് ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഏകദേശം 2 hours ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളോട് ഡ്രൈവർ പറഞ്ഞാന്ന് മസ്കറ്റ് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന കേട്ടോ. മസ്കറ്റ് മുഴുവൻ ഫുൾ ലൈറ്റിങ്സും കാര്യങ്ങളും സ്ട്രീറ്റും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഈ നൈറ്റ് വ്യൂ കേട്ടോ. മസ്കറ്റിൽ പോകുന്നവർ നൈറ്റ് പോകാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അതെല്ലാം ഇങ്ങനെ കുറേ കണ്ടു, എൻജോയ് ആക്കി. വണ്ടിയിലിരുന്ന് ഫുൾ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര എൻജോയ് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വിട്ടു. ഇത് തിരിച്ച് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. നമ്മളെ മസ്കറ്റിലെ റോഡാണ്, ഭയങ്കര രസമാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു നമ്മൾ നാട്ടിലേക്ക് തിരിച്ചത് കേട്ടോ. എല്ലാവരും അത്രയും എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു. കോറം പാർക്കിലൊക്കെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും നാട്ടിൽ പോയ അതേ ഫീലായിരുന്നു.